ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസ് മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ഞപ്ര നടുവട്ടം ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ഞപ്ര നടുവട്ടം ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും യൂണിഫോം വിതരണം ചെയ്തു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പഠിക്കാൻ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയ സന്ദർഭം നമ്മുടെ മനസ്സിൽ ചെറിയ ഓർമ്മകളായി 10ാം ക്ലാസ്സിൽ അവിടെ ചെന്നപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം. ഇന്നത്തെ കുട്ടികളെ അതിനേക്കാളൊക്കെ മിടുകികളാണ്. പഠിക്കാൻ 1ാം ക്ലാസ്സിൽ പഠിക്കാൻ തന്നെ നമുക്ക് ഒന്ന് വർത്താനം പറയാൻ പോലുള്ള ആഗ്രഹമില്ല. പാടാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 മിടുക്കികൾ വന്ന് ബൈക്കെടുത്ത് പാടിയത് ഒരു പേര് വെച്ച് ഇന്നത്തെ തലമുറ കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസത്തോടു കൂടി വളർന്നത് തലമുറയാണ്. മക്കളുമായിട്ട് ഇടപഴകുന്നത് വളരെ സന്തോഷം. എനിക്ക് അടുത്ത ദിവസം എന്റെ പൊതുജീവിതത്തിലുണ്ടായ ഏറ്റവും സന്തോഷപ്രദമായ ഒരു സംഭവം ഞാൻ ഈ അടുത്ത ദിവസം കൂടി മാണിക്കമംഗലം സ്കൂളിൽ പോയി അവിടെ 4 കുട്ടികൾക്ക് രക്ഷകർത്താക്കളുടെ 4 മക്കൾ. രക്ഷകർത്താക്കളും കേൾവിക്കുറവുള്ളവരാണ്. ഇവിടെ നിന്നുണ്ട്. അവരൊരാള് തമിഴ്നാട്ടിൽ, ഒരാൾ പൂനെയിലുണ്ട്. അവരിങ്ങനെ ഭിക്ഷാടനത്തിൽ നടക്കുന്നവരാണ്. അവരുടെ 4 കുട്ടികൾ, 2 പെൺകുട്ടികൾ, 2 ആൺകുട്ടികൾ. അവർക്ക് കേൾവിക്കുറവും. അവർ എറണാകുളത്ത് കടത്തിണ്ണകളിലൊക്കെ നമുക്ക് അവിടെ വെച്ച് അവരുടെ കയ്യിലുള്ള മുഴുവൻ രേഖകളും നഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് ചൈൽഡ് വെൽഫെയർ പറഞ്ഞ് നമ്മുടെ ഇവിടെ മാണിക്കമംഗലം സ്കൂളിൽ ആ കുട്ടികൾ ചേർത്തു. പക്ഷെ ചേർത്ത് കഴിഞ്ഞ ശേഷം ഒരു രേഖയും ഇവിടെ ജനപ്രതികൾ, തന്നെ അധ്യാപകർ, പ്രിയപ്പെട്ട സംഘപ്രവർത്തകർ, രക്ഷകർത്താക്കളെ പരിപാടി ഈ പരിപാടി സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ആണ്. ഈ സ്കൂളിലെ മൊത്തം 40-ൽ താഴെയാണ് കുട്ടികളുള്ളത്. ഈ മുഴുവൻ കുട്ടികൾക്കും യൂണിഫോം കൊടുക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറായി എന്നത് യൂത്ത് കോൺഗ്രസിന് ജോസഫ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ അവർക്കെല്ലാം പ്രചോദനവും കൊടുത്ത മുതിർന്ന ബഹുമാനരായ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്തും അടക്കമുള്ള ആളുകളെല്ലാം ഞാൻ അനുമോദിക്കും. ഇത്തരം ചടങ്ങുകൾ നമുക്കറിയാം വലിയ മനസ്സിൽ നമുക്ക് സന്തോഷം നൽകുന്ന ചടങ്ങാണ്. ഈ സ്കൂള് 25 വർഷമായി ഈ സ്കൂൾ തുടങ്ങിയിട്ട് ഈ നാട്ടിലെ 2 ഉന്നതരായ വ്യക്തികൾ, കുടുംബങ്ങൾ സ്ഥലം നൽകിയാണ് 25 വർഷം ഈ സ്കൂൾ ആരംഭിച്ചത്. സണ്ണിയോട് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഗവൺമെന്റ് തരത്തിലുള്ള LP സ്കൂളിലൊന്നാണ് ഈ സ്കൂളിന് ചില പരിമിതികളൊക്കെ ഉണ്ട് എന്ന് മാസ്റ്റർ എക്സ്പ്രസും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭാരവാഹികളും സൂചിപ്പിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് മഞ്ഞപ്ര മണ്ഡലം പ്രസിഡന്റ് ജോസഫ് തോമസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സഹായം എത്തിക്കുന്നതിനുമുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് യൂണിഫോം വിതരണം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി പൈനാടത്ത്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അജിത് വരയിലാൻ, ടിനു മോബിൻസ്, ഡിനു ജോർജ്, അലക്സ് ആൻഡ്രു, ക്രിസ്റ്റഫർ തോമസ്, ജോമോൻ ഓലിയപ്പുറം, ദീപ പ്രദീപ്, ശ്രീലക്ഷ്മി S. നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി സാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജു ഈരാളി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുഭാഷ് ബാലചന്ദ്രൻ, ചിഞ്ചു ജിജോ, സുനിത ലാലു, അംഗങ്ങളായ LC സാജു, ലീമ ബിനോയ്, കോൺഗ്രസ് നേതാക്കളായ തോമസ് ചെന്നേക്കാടൻ, പൗലോസ് പുല്ലൻ, ബിനോയ് പാറക്ക, ലിസ തോമസ്, ജോസൻ V. ആന്റണി, വർഗീസ് കരിങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. പ്രതിബദ്ധതയോടെ നമ്മൾ കുറെ നാളായിട്ട് മുന്നേറുകയാണ്. ഈ വർഷം മഞ്ഞപ്ര സെന്റ് മേരീസ് UP സ്കൂളിൽ സ്പോർട്സ് കിറ്റ്, അതുപോലെ ഫുട്ബോൾ ഗോൾ പോസ്റ്റും എല്ലാം നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു യൂത്ത് നേതൃത്വത്തിൽ. അതിനും നമ്മുടെ പ്രിയങ്കരനായ MP തന്നെയാണ് അന്ന് വന്ന് നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചത്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് ഈ സംഘടന പ്രതിജ്ഞാബദ്ധമാണ്. അതിന്റെ ഭാഗമായാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇതിനവസരം നൽകിയ ഈ സ്കൂളിലെ അധ്യാപകർക്കും അതുപോലെ മറ്റ് എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ ഭാരവാഹികൾക്കും നേതാക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.